തിയേറ്ററിൽ ഗിറ് കാണാൻ അടിച്ചു ഡയറക്ടർ നമ്മളെ പെടുത്തിയത്. ആദ്യം പറഞ്ഞു ഇത് എല്ലാം അനിമേട്രോണിക്സും പിന്നെ ജസ്റ്റ് സൈഡിൽ നിന്ന് സിനിമ അവിടെ ഉണ്ടെന്നുള്ള രീതിയിൽ റിയാക്ട് ചെയ്താൽ മതി എന്നൊക്കെ. അതെല്ലാം കഴിഞ്ഞു. നിങ്ങൾ പാക്കപ്പ് ചെയ്ത് പോയില്ല? എന്നിട്ട് ഞങ്ങൾ സൗത്ത് ആഫ്രിക്കയിൽ പോയി. ഈ സിംഹത്തിന്റെ ക്യാരക്ടർ പറയുമ്പോൾ അതിനകത്ത് അങ്ങനത്തെ ഒരു ബോണ്ടിങ്, അങ്ങനത്തെ ഇതോ സംഭവങ്ങളോ അങ്ങനെ ഒന്നും വരുന്നില്ല. ചാക്കോച്ചൻ ചെയ്യാതെ ഞാൻ ചെയ്തത് പറയില്ല. വേണ്ട, നിങ്ങൾ എല്ലാരും കൂടെ ഇനി കുത്തിപ്പോക്കി ആ പടം കാണും. പറഞ്ഞിട്ട് പോയാ മതി. എന്താ സുരാജ് ചേട്ടാ ഏയ് നല്ല പടാ. ഡയറക്ടറോട് ചോദിച്ചു, നമുക്ക് ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് നല്ലൊരു സമയമാണ്, നമുക്ക് ആ സമയത്ത് ഇറക്കിയാലോ? ജെകെ പറഞ്ഞു നമുക്ക് ഇറക്കാൻ സാധിക്കും, പക്ഷെ സെക്കൻഡ് ഹാഫിൽ സിംഹം കാണില്ല എന്ന് പറഞ്ഞു. ചാക്കോച്ചന് ഇത്രയേ ഉള്ളൂ, വെയിറ്റുമില്ല ഒന്നും ഇല്ലാഞ്ഞിട്ട് സുരാജ് ചേട്ടൻ ഇത്. അപ്പൊ ഇത്തിരി ഒരു മസിലൊക്കെ ആയിട്ടില്ലായിരുന്നു, എന്ത് ചെയ്തേന്ന്. മസിലൊക്കെ ഉണ്ട് കേട്ടോ. ഈ സിംഹം ഉണ്ടെങ്കിൽ പിന്നെ ഭയങ്കര ലഹളയാണ്. എന്താ ചാക്കോച്ച അധികം സംസാരിക്കാത്ത? ഞാൻ വളരെ സൈലന്റ് ആയിട്ട് കൂടുതലും ട്രിവാൻഡ്രത്തായിരുന്നു, ഭാര്യയുടെ കൂടെ. സുരാജ് ചേട്ടാ അതാണ് മോനെ സീൻ. അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം, ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ബയത് ഹോംസ് ഫോർ ബിൽഡേഴ്സ്, കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക. ഹലോ, എന്താ സുരാജ് ചേട്ടാ അങ്ങനെയൊന്നും പതറില്ല എന്ന് പറഞ്ഞ് കാണിക്കണ്ടേ? ഹലോ, ഹായ്, നമസ്കാരം. വൈറ്റ് ഹോംസ് ഫോർ പ്രസൻസ് ബി വിത്ത് രമ്യയിൽ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നമ്മുടെ തിയേറ്ററിൽ ഇപ്പോൾ റിലീസ് ചെയ്യാൻ പോകുന്ന ഗർ മൂവിയുടെ എല്ലാ വിശേഷങ്ങളുമായിട്ട് ചാക്കോച്ചനും സുരാജ് ചേട്ടനും അനഖിയുമാണ്. ഈ സാധാരണ സിംഹത്തിന്റെ മേടയിൽ പെട്ട കുറുക്കന്റെ കഥ, മുയലിന്റെ കഥ, ഇതൊക്കെയാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഇപ്പൊ ദേ ചാക്കോച്ചനും വിടുകയാണല്ലോ ചാക്കോച്ച, അതും അറിഞ്ഞോണ്ട് പോയി നിന്ന് പെട്ട കഥ. അതാണോ ഗർ? ഇത് റിയൽ ലൈഫ് ഇൻസിഡന്റുകൾ ഒരുപാട് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. പക്ഷെ അതൊക്കെ അറിയാണ്ടും ഇങ്ങനെ സിംഹത്തിനെ നോക്കി പട്ടി ആടാ ഇങ്ങനത്തെ ഒരു സംഭവം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ പുള്ളി വെള്ളമടിച്ചിട്ട് ഇറങ്ങി സിംഹത്തെ വെല്ലുവിളിക്കുന്ന പരിപാടികളൊക്കെയാണ്. എന്നിട്ട് അതിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന കാഴ്ച ബംഗ്ലാവിലെ ജീവനക്കാര്, അതിൽ സൂപ്പർവൈസർ ആയിട്ടുള്ളത് സുരാജാണ്. അതിന് പുള്ളി മാത്രം അതിൽ എന്റെ കൂടെ പെട്ടുപോകുന്നു. പിന്നീട് നടക്കുന്ന കുറച്ച് രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ, കുറച്ച് ത്രില്ലും ഫണ്ണും, കൂടുതലും ഫണ്ണും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അതെ, സാധാരണ സിംഹത്തിന്റെ മുന്നിൽ പെടാന്ന് പറയുമ്പോ എല്ലാരും അയ്യോ പാവം പേടിയും അതൊക്കെയാണ്. ചാക്കോച്ചൻ പെട്ട് കഴിഞ്ഞപ്പോ എല്ലാവർക്കും അവിടെ ഒരു ഫണ്ണാണ് വന്നിരിക്കുന്നത്. അല്ല, അത് നമ്മളത് അങ്ങനെ കഥ പറയുമ്പോൾ സിംഹത്തിന്റെ ഓപ്പൺ എൻക്ലോഷറിൽ പെട്ടുപോകുന്ന ഒരാളുടെ കഥ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ ഒരു ഡാർക്ക് ഒരു ആംബിയൻസ് ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഇത് നമ്മൾ അതൊരു ഫണ്ണി രൂപത്തിൽ അതിന്റെ ഒരു ഹ്യൂമറും അതിന്റെ ഒരു വേറെ ലേയേഴ്സ് ഓഫ് പൊളിറ്റിക്കൽ സറ്റയർ, ഇമോഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ എൻക്ലോഷറിന്റെ അകത്ത് നടക്കുന്ന കാര്യം മാത്രമല്ല, ചുറ്റുപാടുമുള്ള ഇവരുടെ ലൈഫിലുള്ള കാര്യങ്ങളെല്ലാം കോർത്തിണക്കിക്കൊണ്ടാണ് ഈ സിനിമ പറയുന്നത്. ഓ, ഞാൻ വിചാരിച്ചു ഇതിനകത്താണോ ഇനി കാണാൻ പോകുന്ന ഒരു 1.5 മണിക്കൂറും ഈ ഒരു സംഭവം. അത് മാത്രമല്ല, അപ്പുറമുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മള് ഇതില് പറയുന്നുണ്ട്. പല വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. സോഷ്യൽ, പൊളിറ്റിക്കൽ, റിലീജിയസ് അല്ലെങ്കിൽ അങ്ങനത്തെ പല രീതിയിലുള്ള കാര്യങ്ങളും, ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിന്റെ ഇമോഷൻസ് ഒക്കെ ഇതിൽ നമ്മൾ ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ. സുരാജാണ് വന്നു ആ ഒരു എന്താ പറയാ, ചാക്കോച്ചൻ സിംഹത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ആ ഒരു ധൈര്യം കണ്ടോ? സുരാജാണ് ഉണ്ടായിരുന്നു ആ ഒരു ധൈര്യം. എന്ത് പറ്റി സുരാജേട്ടാ? ഞാൻ വിറയ്ക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഷുഗർ ഡൗൺ ആവുന്നുണ്ടോ എന്നൊരു സംശയം. ഇതില് എന്താ, പുള്ളിക്കാരൻ ചാടുന്നു, കൂടെ രക്ഷിക്കാൻ വേണ്ടിട്ട് ചാടുന്ന ആളാ, പിന്നെ നമ്മൾ പെട്ടുപോവുകയാണ്. പക്ഷെ ഈ കാണുന്ന രണ്ടുപേരുടെ കഥ മാത്രമല്ല, ഒരുപാട് ആൾക്കാരുണ്ട് അതില്. പിന്നെ എന്റെ വൈഫായിട്ട് ശ്രുതിയുടെ ഒരു ഏരിയ ഉണ്ട്, പിന്നെ അച്ഛൻ്റെ ഒരു ഏരിയ ഉണ്ട്, നമ്മുടെ ശോഭി ചേട്ടന്റെ ഒരു ഏരിയ ഉണ്ട്, രാജേഷ് മാധവന്റെ ഒരു ഏരിയ ഉണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടെ കണക്റ്റ് ആണ്. ഇപ്പൊ രണ്ടുപേര് ഒരാൾ വീണുപോയി, പക്ഷെ ഇവരുടെ ഫാമിലി, മറ്റ് കാര്യങ്ങൾ, അവരൊക്കെ അനുഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം
സിറ്റുവേഷൻ ഹ്യൂമറിലൂടെയാണ് ഈ സിനിമ പക്ഷെ അവതരിപ്പിച്ചിരിക്കുന്നത്. ത്രൂ ഔട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കോമഡി ജോണറിൽ വരുന്ന ഒരു ഫുൾ ഹ്യൂമർ അല്ലേ? ഫുൾ ഹ്യൂമർ. ഒരു സർവൈവൽ ത്രില്ലർ കോമഡി എന്നുള്ളൊരു സിനിമയായിട്ട് നമുക്ക് കാണാം. കാരണം ഇതിൽ സർവൈവ് ആണ്, ഇത് സിംഹത്തിന്റെ കൂടിനകത്ത് വിട്ടുപോകുന്നു, അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് ഒരു ത്രില്ലർ ഫാക്ടറും കൂടെ ഉണ്ടാവും, കുറച്ചും കൂടെ ഒരു രീതിയിൽ നമ്മളൊന്ന് ത്രസിപ്പിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. പക്ഷെ ഇതെല്ലാം നമ്മൾ ഹ്യൂമറിന്റെ ഒരു ആസ്പെക്റ്റിലാണ് പറഞ്ഞു പോകുന്നത്, ആ ഒരു പെർസ്പെക്റ്റീവിലാണ് നമ്മൾ പറയുന്നത്. അല്ല, യൂഷ്വലി നമ്മളിപ്പോ കഥ പറയുമ്പോൾ ഇപ്പൊ നായ്ക്കളുടെ വെച്ചിട്ടാണെങ്കിൽ വേറെ കുറെ സിനിമകൾ ഓൾറെഡി നമ്മുടെ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു പെറ്റ്സിന്റെ വെച്ചിട്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ അവിടെ ഒരു ബോണ്ടിങ് നടക്കുന്നത് മനുഷ്യനും ആ ഒരു മൃഗവും തമ്മിലുള്ള ഒരു ബോണ്ടിങ്ങിന്റെ കഥ പറയുന്നുണ്ട്. ഇവിടെ അതിനകത്ത് ഈ സിംഹത്തിന്റെ ക്യാരക്ടർ പറയുമ്പോൾ അതിനകത്ത് അങ്ങനത്തെ ഒരു ബോണ്ടിങ്, അങ്ങനത്തെ ഇതോ സംഭവങ്ങളോ അങ്ങനെ ഒന്നും വരുന്നില്ല. ബോണ്ടിങ് പറയുമ്പോ ഞങ്ങൾ സിംഹത്തിന്റെ വയറ്റിനകത്താവും. ആ ബോണ്ടിങ് ഇല്ലാത്ത തരത്തിൽ ആള് നിന്നു എന്നുള്ളതാണ്. സിംഹമാണ് ഇതിൽ മെയിൻ. സിംഹം എപ്പോഴും ഞങ്ങളുടെ അടുത്ത് നിന്ന് ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. സിംഹത്തിന് വേണ്ടാത്തത് എന്ന് ഞാൻ ചോദിക്കട്ടെ, സിംഹത്തിന് പോലും ചാക്കോച്ചനെ വേണ്ട, സിംഹത്തിനെ ആഞ്ഞു വിളിക്കുന്നുണ്ട്, ഡാ വാടാ വാടാ. സിംഹത്തിന്റെ അവിടെ വാലുമാട്ടി അത് അവിടെ പാവം പ്രത്യേകതയുണ്ട്. എന്താ വിളിച്ചാ വരൂലേ? വിളിച്ചാ വരത്തില്ല, കാരണം അതിന് വിശക്കുന്നുണ്ടെങ്കിൽ മാത്രമേ വരുള്ളൂ. അല്ലാതെ വിളിച്ചു നോക്കിയോ ഒരു മൈൻഡ് അടുത്ത് നിന്നിരുന്നോ ഒന്നും ചെയ്തില്ല. നിങ്ങൾ ഇതൊക്കെ ഫുൾ പഠിച്ചല്ലേ കാര്യങ്ങളെല്ലാം? അതിന്റെ പാന്തറ ലിയോ അല്ലേ എന്റെ സയന്റിഫിക് ആണോ? പാന്താരോ ലിയോ. പാന്തറോ ലിയോ. ഓ, അതെല്ലാം പഠിച്ചു വെച്ചിട്ടാണ് നിങ്ങളപ്പോ അത് കേറി ഇറങ്ങിയത്. ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് ഫുൾ ആനിമേഷൻ കാര്യങ്ങളൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത് എങ്ങനെയാണ് പറഞ്ഞുതരൂല? ഫുൾ ആനിമേഷൻ കാര്യങ്ങളല്ല, അല്ല VFX ഉണ്ട്, ആനിമട്രോണിക്സ് ഉപയോഗിച്ചിട്ടുണ്ട്, പ്ലസ് ഒറിജിനൽ സിംഹവും ഇതിലുണ്ട്. ശരിക്കും? ചുമ്മാ ചാക്കോച്ചാ, ഒറിജിനൽ സിംഹം ഉണ്ട്. അതുണ്ടാവും അവിടെ, അത് നമ്മള് ഇതുപോലെ ആയിരുന്നു ഈ ഡയറക്ടർ നമ്മളെ പെടുത്തിയത്. ആദ്യം പറഞ്ഞു ഇത് എല്ലാം ആനിമേട്രോണിക്സും പിന്നെ ജസ്റ്റ് സൈഡിൽ നിന്ന് സിംഹം അവിടെ ഉണ്ടെന്നുള്ള രീതിയിൽ റിയാക്ട് ചെയ്താൽ മതി എന്നൊക്കെ. അതെല്ലാം കഴിഞ്ഞു. നിങ്ങൾ പാക്കപ്പ് ചെയ്ത് പോയില്ല? എന്നിട്ട് ഞങ്ങൾ സൗത്ത് ആഫ്രിക്കയിൽ പോയി കാണാൻ വേണ്ടിട്ട്. ശരിക്കും ഈ സിംഹം ഹോളിവുഡില് അഭിനയിച്ച സിംഹം. ബീസ്റ്റ് എന്നുള്ള സിനിമയിൽ ഇഡ്രിസ് എൽബ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. എന്താണ് സിംഹത്തിന്റെ പേര്? മോജോ. മിസ്റ്റർ മോജോ. സൗത്ത് ആഫ്രിക്കൻ താരമാണ് ആശാൻ. അതാണ് താരം, ഇന്റർനാഷണൽ സ്റ്റാർ ആണ് ആശാൻ. അതുകൊണ്ടല്ലേ അത്രയും നല്ല ഗ്ലാമർ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. മറ്റേ എന്തായിരുന്നു ഇതില് വന്നത്, ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്ത് ടീച്ചറും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പം സിംഹത്തെ കണ്ടിട്ട് ക്രഷ് അടിച്ചു പോയി എന്ന് പറയുന്ന അങ്ങനത്തെ കമന്റ്സ് ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അത് ശരിക്കും നമുക്ക് ഈ കാര്യങ്ങളെല്ലാം റിയൽ സിംഹവും ആനിമട്രോണിക്സും VFX ഒക്കെ ഉപയോഗിച്ചിട്ട് അത് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതിന്റെ ഒരു അക്സെപ്റ്റൻസ് ആണത്. ശരിക്കും അത് കാണാൻ തന്നെ ഇപ്പൊ ടീച്ചർ വരുമ്പോ തന്നെ ഇത് സംഭവം ഇതാണ്, അപ്പൊ ഇത് എങ്ങനെ ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടും, ഇത് എങ്ങനെ രക്ഷപ്പെടുത്തും എന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് നമുക്ക് എല്ലാവർക്കും. അപ്പൊ അത് ഭയങ്കരമായിട്ട് നമ്മളെ ഇങ്ങനെ അട്രാക്ട് ചെയ്യുന്നുണ്ട് ആ മൂവിയിലേക്ക്. അതൊന്ന് കാണണം, ഇത് എങ്ങനെയാ പോണെന്ന്. ഇപ്പൊ മൂവി പാട്ടും റിലീസ് ചെയ്തത് ഫുൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് മാത്രമാണല്ലോ. അപ്പൊ ആ ക്യൂരിയോസിറ്റി നിങ്ങൾ ഇങ്ങനെ ബിൽഡപ്പ് ചെയ്തുകൊണ്ട് എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണോ ഒരു പക്ഷേ ഇതിന്റെ ടീച്ചർ എന്നാ മെയ് 1st വീക്കിൽ എന്തോ റിലീസ് ചെയ്തതല്ലേ, പക്ഷെ മൂവി റിലീസ് വരുന്നത് June 14th. അപ്പൊ ഈ ഒരു ഗ്യാപ്പ് നിങ്ങൾ അങ്ങനെ പേർപ്പസ്ഫുള്ളി ഉണ്ടാക്കിയെടുത്തതാണോ? ശരിക്കും ഇതിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഏകദേശം 1 വർഷത്തോളമായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ VFX ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള അതിന്റെ ഒരു ടൈം എടുത്തു എന്നുള്ളൂ. അത് ഏറ്റവും നല്ല രീതിയിൽ ഒരു ടെക്നിക്കൽ പെർഫെക്ഷനോട് കൂടി കൊണ്ടുവരണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം മെയിൻ ആക്ടർ സിംഹമാണ്, ദർശൻ എന്നുള്ള ക്യാരക്ടറാണ്. അപ്പൊ അത് ശരിയായിട്ടില്ലെങ്കിൽ ഈ പടം മൊത്തം കഴിയുന്നു പോകും. ദൈവം സഹായിച്ച് അത് ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബാക്കിയുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളും പ്രത്യേകിച്ച് ഈ സിംഹത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മെയിൻലി. ബാക്കിയെല്ലാം നമ്മൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു. മ്യൂസിക്കും അതും ബാക്കി കാര്യങ്ങളും RRഉം എല്ലാം നമുക്ക് കഴിഞ്ഞു. ഈ സിംഹം ഈ പറഞ്ഞ പോലെ ഈ നേരത്തെ റിലീസ് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ശരിക്കും കഴിഞ്ഞ ഡിസംബറിൽ ക്രിസ്മസ് ടൈമിന് വെക്കേഷൻ ടൈമിൽ ഇറക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഷാജി നടേശനാണ് എൻ്റെ പ്രൊഡ്യൂസർ. ഷാജി JK ഡയറക്ടറോട് ചോദിച്ചു, JK നമുക്ക് ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് നല്ലൊരു സമയമാണ്, നമുക്ക് ആ സമയത്ത് ഇറക്കിയാലോ? അപ്പോൾ JK പറഞ്ഞത് നമുക്ക് ഇറക്കാം ഷാജി, പക്ഷെ സെക്കൻഡ് ഹാഫിൽ സിംഹം കാണില്ല എന്ന് പറഞ്ഞു. കാരണം അത് ഇച്ചിരി പണിയുള്ള സംഭവമാണ്. അപ്പൊ അതിനുള്ളൊരു സ്വീറ്റ് ടൈം എടുത്തു എന്നുള്ളതാണ് സത്യം. അപ്പൊ June 14 നമ്മൾ ആ സിംഹത്തെ തിയേറ്ററിലേക്ക് അങ്ങോട്ട് ഇറക്കി വിടുകയാണ്. അഴിഞ്ഞാട്ടമായിരിക്കും ഇനി അല്ലേ സിംഹത്തിന്റെ? അനക്കയുടെ ഇതിനകത്തെ ക്യാരക്ടർ എന്താണ്? എന്റെ ക്യാരക്ടർ പേര് രചന. അപ്പൊ ചാക്കോച്ചിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഈ എപ്പോഴും എനിക്ക് ഒരു സംശയം തോന്നുന്നു, ഈ എല്ലാവരും പറയും എൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ
അല്ലെങ്കിൽ ചാക്കോച്ചന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഈ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്തിനാ കൂടെയുള്ള ക്യാരക്ടർ അതെ കൂടെ ആ ക്യാരക്ടറിനെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു വിരോധാഭാസമല്ലേ? പോണ ഒരു എതിരാളിയാണെന്നുള്ളൊരു ഫീൽ എന്താ അനക്ക അങ്ങനെ അല്ല പറഞ്ഞു അനക്ക മാത്രമല്ല പൊതുവെ എല്ലാരും പറയുന്നത് അതെ എല്ലാരും ചെയ്യുന്നത് ഈ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എനിക്ക് നമ്മുടെ കൂടെ ആ ഒരു ക്യാരക്ടറിന്റെ കൂടെ നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ഇനി അങ്ങനെ വേണം പറയാൻ ക്യാമറ ആംഗിൾ വെച്ച് ഓപ്പോസിറ്റ് ആയിരിക്കും കേട്ടോ കുറെ കാര്യങ്ങൾ നമ്മള് സജഷൻ ഷോട്ട്സ് ഒക്കെ എടുക്കുമ്പോൾ അതിപ്പോ ഓപ്പോസിറ്റ് നിൽക്കണമല്ലോ നിൽക്കുന്നതാണല്ലോ നമ്മൾ എന്ത് സംസാരിച്ചാലും അങ്ങനെ നിന്നിട്ടല്ലേ പെട്ടെന്ന് സോ ഞാൻ മാറ്റി ആ കൂടെ നിൽക്കുന്നത് റീഫ്രെയിം ചെയ്യാം. സോ എന്റെ ക്യാരക്ടർ പേര് രചന എന്നാണ്. പിന്നെ പക്ഷെ സ്വഭാവം ഓപ്പോസിറ്റ് നിൽക്കുന്ന ക്യാരക്ടറാണ് അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ചാടിയത്. ആണല്ലേ അതിൽ നിന്നും രക്ഷപ്പെടാൻ വീണ്ടും മറ്റൊരു സിംഹത്തിന്റെ മുമ്പിൽ ആണോ സോറി ഞാൻ ഫ്ലോ കളഞ്ഞു. സാരില്ല പറ അനക്ക അപ്പോ ഇതിനകത്ത് ഒരു ഭാര്യയായിട്ടാണ് അപ്പൊ ഭാര്യയായിട്ടല്ല അല്ല. സ്നേഹിക്കുന്ന കുട്ടി ഓക്കെ നമ്മള് പ്രണയത്തിലാവുന്ന സ്നേഹിക്കുമ്പോഴേ സിംഹത്തിന്റെ ഇടയിലേക്ക് പോയി അപ്പൊ ഭാര്യയും കൂടെ ആയിരുന്നെങ്കിലും സ്നേഹിച്ചത് കാരണം പിന്നെ ചില ഇൻസിഡൻസ് ഉണ്ടാവുമ്പോ പിന്നെ പോവുകയാണ് സിറ്റുവേഷൻസ് ഉണ്ടാവുന്ന ഓക്കെ എല്ലാം പറയരുത് കേട്ടോ നമുക്ക് സിനിമ കാണാനുള്ളതാണ് പുള്ളിക്കാരിൽ നിന്ന് രക്ഷപ്പെട്ട് അവൻ പോവുകയാണ് സുഹൃത്തുക്കളെ പോവുകയാണ് സിംഹത്തിനടുത്തോട്ട്. അതാണ് സംഭവം. എന്നിട്ട് എന്റെ കാമുകൻ ദേ സിംഹത്തിന്റെ അടിയിൽപ്പെട്ട് ന്യൂസിലൊക്കെ കാണും ഇതൊക്കെ ആയിട്ടുണ്ടാവും അപ്പൊ ഓടി ചെന്നോ രക്ഷിക്കാൻ പോട്ടെ എന്ന് വിചാരിച്ച അത് 14-ാം തീയതി കാണും. കണ്ടാ മതി എന്നല്ലേ അത് അനക്ക പറയുന്നു വിചാരിച്ചിട്ടാ ഞാൻ നിന്ന് പക്ഷെ അനക്ക അനക്ക അതിനും ആൻസർ ചെയ്യാൻ പോണു. സോ ഐ തിങ്ക് കൂടുതൽ ഡീറ്റെയിൽ പറഞ്ഞാൽ പിന്നെ അതിന്റെ ഇതെല്ലാം ഫൺ ഉണ്ടാവില്ല. ഓക്കെ അപ്പൊ പിന്നെ ഞങ്ങളെല്ലാം അതിനകത്ത് നിന്ന് കാണാം. സുരാജേട്ടനിലേക്ക് വരാം. സുരാജേട്ടൻ എന്തുകൊണ്ടാണ് സുരാജേട്ടൻ ഇതിനകത്ത് ഈ ഒരു മൂവി അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടർ സുരാജേട്ടനെ അട്രാക്ട് ചെയ്ത് എന്തൊക്കെയായിരിക്കും? എന്തുകൊണ്ട് ഈ ക്യാരക്ടർ ചെയ്യാന്ന് തീരുമാനിച്ചേ? അത് അതിന്റെ ത്രെഡ് തന്നെ ഭയങ്കര രസമല്ലേ. ഒരു യൂണിവേഴ്സൽ ത്രെഡാണത്. അതായത് എല്ലാവരും ഇതുപോലെ ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറിയെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പൊ തിരുവനന്തപുരത്ത് സൂയിൽ ഇതുപോലെ ഒരാൾ എടുത്ത് ചാടിയിട്ടുണ്ട്, പിന്നെ പല സ്ഥലത്തും എഴുതി വീണിട്ടുണ്ട്, പിന്നെ ഇതെന്താണെന്ന് അറിയാൻ കൂടുതലും നടന്നിരിക്കണേ അല്ലേ? ഇതേപോലെ പേർപ്പസ്ഫുള്ളി പോയിട്ടില്ല. വളരെ കുറച്ചാണെന്ന് തോന്നുന്നു. ഇന്റൻഷനലി ഇൻടോക്സിക്കേറ്റഡ് ആയിട്ടും ഇന്റൻഷനലി ആയിട്ടാണ് കുറെ പേര് ചാടിയിട്ടുള്ളത്. സെൽഫി എടുക്കാൻ വേണ്ടി ചാടി പോയിട്ടുണ്ട്, ഈ വെള്ളം അടിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്, പിന്നെ റിലേ പോയിട്ട് കട്ട് ഓഫ് ആയിട്ട് കയറിയിട്ടുണ്ട്, പിന്നെ ചിലര് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നിട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി ചെന്ന് നോക്കിയിട്ട് പോകുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് പേര് പോയിട്ടുണ്ട്. ഇതില് വീഴുന്നതിനൊക്കെ കാരണമുണ്ട്. എനിക്ക് ഹുക്ക് ചെയ്ത പോയിന്റ് അതാണ്. ഇതില് പിന്നെ എങ്ങനെ ഇവര് ഹ്യൂമർ കൊണ്ടുവരും, കാര്യം അതൊരു നിസ്സാര പരിപാടിയല്ല. അതെ, സാധാരണ ഒരാള് എടുത്ത് അതിനകത്തോട്ട് ചാടി അയാൾ പെട്ടു, അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആൾക്കാർ ഇറങ്ങിയിട്ട് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നു. ഇതാണ് നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ളത്. അപ്പൊ ഇതില് രക്ഷപ്പെടുത്താൻ പോയ ആളും പെട്ടുപോയാൽ എന്തായിരിക്കും എന്നുള്ളതിന്റെ വേറൊരു ഒരു ആംഗിളും കൂടെ നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ട്. ആദ്യം രക്ഷിക്കാൻ വേറെ കുറെ പേര് കൂടെ അതിന്റെ അകത്ത് സൂവിന്റെ ആൾക്കാർ വരുന്നുണ്ട്, പക്ഷെ അവര് സിംഹത്തിനെ കാണുമ്പോഴത്തേക്ക് പേടിച്ചോടുകയാണ്. പിന്നീട് രക്ഷിക്കാൻ വരുന്ന രക്ഷകനാണ് സുരാജേട്ടൻ അല്ലേ? മാലാഖ അല്ല, ഇപ്പൊ പെട്ടുപോയതാണ്. എല്ലാരും പെടുവാണ്. ഇതിപ്പോ ഈ സൂല് ഇവരെ രക്ഷാപ്രവർത്തനത്തിന് വരുന്നത് എല്ലാം ഹ്യൂമറാണ്. അല്ലാതെ ഒരു ചാടുന്നത് ഡാർക്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഹ്യൂമറാ. എന്തിനടുത്ത് ചാടുന്നതിനും കാരണമുണ്ട്. അപ്പൊ എല്ലാം ഇങ്ങനെ ഹ്യൂമർ കണക്ട് ചെയ്ത് നല്ല സിറ്റുവേഷൻ ഹ്യൂമർ. കുറെ കാലത്തിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഴിഞ്ഞാടാൻ പറ്റിയ നല്ലൊരു. ശരിക്കും സുരാജേട്ടൻ എത്ര നാളെ നമ്മൾ നേരത്തെ ഞാനൊരു ഇന്റർവ്യൂവിന് ചോദിച്ചപ്പോഴും ഞാൻ ചോദിച്ചിരുന്നു സുരാജേട്ടൻ എന്നാ ഞങ്ങളെ ചിരിപ്പിക്കാനായിട്ട് എത്തുക എന്നുള്ളത്. ഇതിനകത്തൊരു സുരാജ് വെഞ്ഞാറമൂടൻ അഴിഞ്ഞാട്ടമായിരിക്കും ഗേറില് കാണുക. ഇതില് രണ്ടുപേരും അഴിഞ്ഞാടിയിട്ടുണ്ട്. നമ്മള് മാത്രമല്ല, എല്ലാവരും അഴിഞ്ഞാടിയിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഇത്രയ്ക്കും പ്രോമിനന്റ് ആയിട്ട് ത്രൂ ഔട്ട് നിങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ വരുന്നത് ഒരു പക്ഷെ ഇത് ഫസ്റ്റ് മൂവി ആയിരിക്കില്ലേ? കുറെ നാൾക്ക് ശേഷം. അതെ അല്ലേ, ശ്രദ്ധിക്കപ്പെട്ട് പറയാൻ അല്ലേ? അതെ, ഓക്കെ. അതേപോലെ എനിക്ക് രതീഷേട്ടനുമായിട്ടുള്ള നിങ്ങളുടെ കണക്ഷൻ, രതീഷേട്ടൻ എനിക്കും പേഴ്സണലി അറിയാം. രതീഷേട്ടനെ പോലത്തെ ഒരു മനുഷ്യനത് ചാക്കോച്ചന് വന്ന സംഭവം, ചാക്കോച്ചൻ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അത് ഒന്ന് വീണത് സുരാജേട്ടന്. അവിടുന്ന് സുരാജേട്ടൻ അത് ഇവിടുന്ന് സംഭവമാക്കി. സുരാജേട്ടന്റെ ലൈഫിൽ അതൊരു ഇതായിരുന്നു. അത് കണ്ടിട്ട് ചാക്കോച്ചൻ അസൂയ വന്നു ആ ക്യാരക്ടർ കണ്ടിട്ട്. വീണ്ടും രതീഷേട്ടൻ ചാക്കോച്ചനിലേക്ക് എത്തി. അങ്ങനെ എന്നാത്താൻ കേസ് കൂടി വന്നു. നമുക്ക് കിട്ടാനില്ല. വീണ്ടും അസൂയ വന്നിട്ട് വീണ്ടും പുള്ളി മധുരോത്സവം ചെയ്തു. അതെ, മധുരോത്സവം ചെയ്തു. അപ്പൊ നിങ്ങൾ രണ്ടുപേരും രതീഷേട്ടനെ വിടാതെ ഇങ്ങനെ മുറുക്ക പിടിച്ചിരിക്കുകയാണ്. ഞാൻ നോക്കുമ്പോ രതീഷേട്ടന്റെ ഭയങ്കര
പെറ്റ്സ് ആയിട്ട് നിങ്ങളും അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതിനകത്ത് രതീഷ് ചേട്ടൻ ഫുൾ ആയിട്ട് ഒരു ഇൻവോൾവ്മെന്റ് വന്നിട്ടില്ലെങ്കിൽ പോലും പ്രൊഡക്ഷൻ സൈഡിൽ കുറെ ഹെൽപ്പും കാര്യങ്ങളും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഇനി രതീഷ് ചേട്ടന്റെ ഒരു ഡയറക്ഷനിൽ ക്യാപ്റ്റൻസിയിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു മൂവിയൊക്കെ വന്നാൽ അത് എന്തൊരു സംഭവമായിരിക്കും അല്ലേ? പ്ലാൻ ചെയ്യണോ? സംഭവിക്കട്ടെ. പ്ലാൻ ചെയ്യണോ? നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുക, രതീഷ് ചേട്ടൻ ഡയറക്ട് ചെയ്യുക, നിങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ, സ്ക്രിപ്റ്റിംഗ് രതീഷ് ചേട്ടന്റെ തന്നെ. എന്ത് സംഭവം ഇതിന് നിനക്ക് നീ എന്താണ് പുള്ളിയുടെ ഒന്ന് വാങ്ങിയത്? ഒന്നും വാങ്ങിയിട്ടില്ല. രതീഷ് ചേട്ടന്റെ സ്നേഹം, ആ ഒരു രതീഷ് ചേട്ടൻ എന്തൊരു ഐ മീൻ വളരെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ലേ. ഞാൻ അതുകൊണ്ട് ചോദിച്ചു എന്ന് മാത്രം. എനിക്ക് അത് രതീഷ് ചേട്ടനെ അറിഞ്ഞപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് അറിയാം, അതുകൊണ്ട് ചോദിച്ചു എന്ന് മാത്രം. അങ്ങനെ നമ്മൾ റെഡിയാണ്. അദ്ദേഹത്തിന്റെ തിരക്കുകൾ ഒഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കണമെങ്കിൽ സംഭവിക്കട്ടെ. അല്ല, നിങ്ങൾക്ക് തോന്നുന്നില്ല ആ ഒരു വൈബേ, നിങ്ങൾ എല്ലാ 3 പേരും തമ്മിലുള്ള വൈബ് ഭയങ്കരമായിട്ടും ടേക്ക് ഓഫ് ചെയ്യും എന്നുള്ള ഒരു സംഭവം? കാരണം അനുസരിച്ചുള്ള ഒരു കഥ വന്നാൽ തീർച്ചയായിട്ടും ചെയ്യും, അതിൽ യാതൊരു സംശയമില്ല. ഇപ്പൊ രതീഷുമായിട്ട് ഞാൻ വേറൊരു പ്രോജക്റ്റ് ഓണാണ്, പുള്ളിയുടെ ഡയറക്ഷനും നമ്മൾ ചെയ്യുന്നുണ്ടല്ലേ? ഓക്കെ ഓക്കെ. ഇപ്പോ എന്താ നമ്മുടെ സുരാജ് ചേട്ടൻ ചാക്കോച്ചന് വന്ന ആ ഒരു ഇത് രതീഷ് ചേട്ടൻ, അത് ചാക്കോച്ചൻ അന്ന് അത്രയും ഇംപ്രസ് ചെയ്തില്ല അന്ന് ആ സ്റ്റോറി കേട്ടപ്പോ. ഇംപ്രസ് ഒന്നല്ല, എനിക്ക് മനസ്സിലായില്ല. രതീഷ് ചേട്ടൻ പറയാൻ ഭയങ്കര നറേറ്റ് ചെയ്യാനായിട്ട് മോശമായിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അത് ചാക്കോച്ചന് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അത്. അതേപോലെ സുരാജ് ചേട്ടൻ എന്തെങ്കിലും വന്നിട്ട് അത് ചാക്കോച്ചനിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഏതെങ്കിലും ഒരു കഥ? ഇല്ല, അങ്ങനെ വന്നിട്ടേ ഇല്ല. നേരെ തിരിച്ച് സംഭവിച്ചിട്ടേ ഇല്ല അല്ലേ? ഓക്കെ. ഇനി നമ്മുടെ ഈ ഒരു മൂവിയുടെ പ്രൊഡക്ഷൻ സൈഡ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് സിനിമയാണ്. വന്നിട്ടുണ്ട്, ഒരു പടം വന്നിട്ടുണ്ട്. ഏതാ? ചാക്കോച്ചൻ ചെയ്യാതെ ഞാൻ ചെയ്തത്. അപ്പൊ അറിയില്ല. പറയുന്നേ വേണ്ട, നിങ്ങൾ എല്ലാരും കൂടെ ഇനി കുത്തിപ്പോക്കി ആ പടം കാണും. എന്നെ പറഞ്ഞിട്ട് പോയാ മതി. എന്താ സുരാജ് ചേട്ടാ പറയാ? ഏയ് നല്ല പടാ. എന്ന് പറ സുരാജ് ചേട്ടാ, ഞങ്ങളൊക്കെ കാണട്ടെ, കാണാത്താണെങ്കില്. പുള്ളിക്ക് വന്ന സാധന പറയും ഗർഭശ്രീമാൻ. അത് ചാക്കോച്ചന് ഓർമ്മ പോലും ഇല്ല ആണല്ലേ? എന്നിട്ടാണ് അത്. അപ്പൊ ചാക്കോച്ചൻ ഇനി ഞാൻ തന്നെ ചാക്കോച്ചനുണ്ട്, ചാക്കോച്ചൻ ഇതൊന്നും ചെയ്യില്ല, വിട് വിട് എന്ന് പറഞ്ഞു. ചാക്കോച്ചൻ കഥ കേട്ടു ശരിയല്ലേ. ഞാൻ പറഞ്ഞ അണ്ണാ എന്താണ് പരിപാടി? ആരുമില്ല, ഞാൻ വരാം. ചാക്കോച്ചൻ സൂക്ഷിച്ചോ, പണി വരുന്നുണ്ട്. ഇപ്പോഴൊന്നുമല്ല, എത്ര വർഷം. അതെ, എത്ര വർഷം. അല്ല, ഇനിയാണേലുവേ ആ രീതിയിൽ തന്നെ ചാക്കോച്ചൻ എന്ന സംഭവം ഞാനാണ് സംഭവമാക്കിയതെന്ന് പറയാലോ. അതെങ്ങാനും ചാക്കോച്ചൻ ചെയ്തിരുന്നെങ്കിൽ അത് തന്നെ. നമുക്ക് ഈ സിനിമയുടെ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. ഇത് നിങ്ങൾ ശരിക്കും തിരുവനന്തപുരത്ത് സൂല് നിങ്ങൾ 3 പേര് ഇതിനു മുമ്പേ പോയിട്ടുണ്ടോ? പിന്നെ സ്വരാജേട്ടൻ പോയിട്ടുണ്ടോ? അനക്ക് പോയിട്ടുണ്ടോ? ഇല്ല, പോയിട്ടില്ല. ഇത് ശരിക്കും നിങ്ങൾ അവിടെ തന്നെയാണോ അതോ വേറെ സെറ്റ് ഇടുവാണോ ചെയ്തത്? എക്സ്റ്റീരിയർ കാര്യങ്ങൾ കംപ്ലീറ്റ് നമ്മൾ ട്രിവാൻഡ്രം സൂ തന്നെയായിരുന്നു. പിന്നെ സെറ്റ് നമ്മൾ പറശ്ശിനിക്കട സ്നേക് പാർക്കിന്റെ അകത്ത് എൻക്ലോഷർ നമ്മൾ സെറ്റ് ഇടുകയായിരുന്നു. അത് ഇപ്പോഴും അവിടെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതെന്തിനു വേണ്ടിട്ട്? ഗിർ എന്ന പടത്തിന്റെ ഷൂട്ടിംഗ് ആയിട്ട് സിംഹത്തിന്റെ എൻക്ലോഷർ ആയിട്ടുള്ള സീക്വൻസ് എവിടെയായിരുന്നു ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞ് ടിക്കറ്റ് ഇട്ട് ആൾക്കാരെ കയറ്റുന്നുണ്ട്. ഇടയ്ക്ക് സിംഹത്തിന്റെ സൗണ്ടും കേൾപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതാ മൂവിയുടെ ഇതുവരെ അവിടെ ഒരു മെയിൻറ്റെയിൻ ചെയ്യുമായിരിക്കും. ഇനി ഇതിന്റെ ബാക്കി ഈ സിനിമയിലെ ബാക്കി കഥാപാത്രങ്ങളും ഇതിന്റെ ആ ഒരു സമയത്തെ ലൊക്കേഷനിൽ നടന്ന ഇതേപോലത്തെ കുറെ ഫൺ മൊമെന്റ്സ് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടാവും. അതും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമോ? എന്തൊക്കെയായിരുന്നു? ഫണ്ണ് നാട്ടുകാർക്കാണ്, നേരത്തെ പറഞ്ഞ പോലെ. കാര്യം ഇവിടെ ആരുമില്ല, 2 പേര് വേറെ ആരെയൊക്കെ പേടിച്ച് കിടന്നിട്ട് ഇത് കാണുന്നു. ബാക്കി എല്ലാരും വന്നിട്ട് കാഴ്ചബംഗ്ലാവ് ഫുള്ള് കണ്ടിട്ട് ഇതിനും വന്ന് കാണും. ഇത് പരിപാടി കൊള്ളാലോ. ഇത് ഉമ്മ ആരെ നോക്കി ഇത് കോക്കറി കുത്തുന്ന. സുരാജേട്ടൻ ഇപ്പൊ കുറെ നാൾക്ക് ശേഷം ഇപ്പൊ ഭയങ്കര സീരിയസ് കഥാപാത്രങ്ങളും ഭയങ്കര അങ്ങനത്തെ ഒരു ക്യാരക്ടറും ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് വന്നു കഴിഞ്ഞപ്പോ ഈ ഒരു സ്ക്രിപ്റ്റും ഈ ഒരു കഥാപാത്രത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും ഒന്ന് റിഫ്രഷ് ആയി എന്നൊരു തോന്നൽ വന്നിട്ടുണ്ടോ? പിന്നെ ആണോ? ഞാൻ പറഞ്ഞില്ല, കുറെ കാലത്തിന് ശേഷമാണ് ഇത്രയും നല്ലൊരു സിറ്റുവേഷൻ ഹ്യൂമർ ഉള്ള ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് തന്നെ കേൾക്കുന്നത്. അപ്പൊ അത് എത്രയും പെട്ടെന്ന്, നേരത്തെ കേട്ട ഒരു 2 വർഷമൊക്കെ ആവും അല്ലേ? കുറെ പേര് അങ്ങനത്തെ സ്ക്രിപ്റ്റുമായിട്ട് ചെല്ലാത്തത് സുരാജ് ഇനി മുതൽ സീരിയസ് സാധനങ്ങളെ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അങ്ങനത്തെ കുറെ വരാത്തത് തന്നെ. പക്ഷെ അങ്ങനെയല്ല, ഇല്ല, ഹ്യൂമറാണ് ഇഷ്ടം. ഓക്കെ. അപ്പൊ അതൊന്നും ഇപ്പൊ ശരിക്കും ഒന്ന് റിഫ്രഷ് ചെയ്ത് ഇനി വരാൻ പോകുന്ന മൂവിയിലേക്ക് പോകുമ്പോഴത്തേക്ക് വീണ്ടും ഇനി വരാൻ പോകുന്നതും ഇതേ ഈ ഒരു ഹ്യൂമർ തന്നെയാണോ? അതിൽ വിനായകനും ഞാനും ഉള്ള അതും ഹ്യൂമറാ. ഓക്കെ, ഫുൾ ഹ്യൂമറാണ്. പിന്നെ എന്റെ തന്നെ പ്രൊഡക്ഷനിൽ വരാൻ പോകുന്ന ഒരു സിനിമ, അതും ഫുൾ ഹ്യൂമറാണ്, ഡാർക്ക് ഹ്യൂമറാണ്.
ഓഹോ ആണ്. അതാണ് പ്രൊഡക്ഷനിൽ ഇത് എല്ലാവരും അതെ കുറെ സിനിമയിൽ അഭിനയിക്കുന്നു, കാശ് കുറെ ഉണ്ടാക്കുന്നു, വീണ്ടും കാശ് കൂടുതൽ ഉണ്ടാക്കാനായിട്ട് പ്രൊഡക്ഷൻ സൈഡിലേക്ക് പോകുന്നു. കാശ് കൂടുതൽ ഉണ്ടാക്കാൻ വേറെ എന്തെങ്കിലും നല്ല സുഖമുണ്ട് എപ്പോഴും നടക്കുന്നില്ലെങ്കിലും. അതൊന്നുമല്ലേ, എത്ര പേരാണ് ചാക്കോച്ച. അതാ നമുക്കിപ്പോ പോയിന്റ് ഔട്ട് തന്നെ ചെയ്യാലോ ഒരാളെ തന്നെ. അതിന്റെ പിന്നിലത്തെ രഹസ്യം എന്താണ് സുരാജ് ചേട്ടാ? ഒന്നുമില്ല, നമുക്ക് ആ കഥ ഇഷ്ടമായി. ഞാൻ ചോദിച്ച ആരെങ്കിലും ഉണ്ടോ, ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ശരി ഞാൻ ചെയ്യാം. എനിക്ക് ആ കഥ ഇഷ്ടമായി. പിന്നെ അതിന് സപ്പോർട്ടിന് വേണ്ടിയിട്ട് ലിസ്റ്റിനോട് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിനും കേട്ടപ്പോ ഇഷ്ടപ്പെട്ടു. ഓക്കെ. ഷൂട്ടിംഗ് തുടങ്ങിയിട്ടില്ല? തുടങ്ങി, ഒരു 5 ദിവസം കഴിഞ്ഞു. ഓക്കെ. ഇനി നമ്മുടെ ഈ ഒരു മൂവിയുടെ ഡയറക്ടറായിട്ട് നിങ്ങൾ ഫസ്റ്റ് ടൈം അല്ലേ JK ആയിട്ടുള്ള നിങ്ങളുടെ 2 പേരുടെയും അസോസിയേഷൻ, ഐ മീൻ നിങ്ങൾ 3 പേരുടെയും അസോസിയേഷൻ, ആ ഒരു എക്സ്പീരിയൻസും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമോ? JK സിനിമയുടെ ഡയറക്ടറാണ്, അറിയാം, പ്രൂവ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ആ സിനിമയും വളരെ രസകരമായിരുന്നു. പിന്നെ എനിക്ക് അദ്ദേഹത്തിനെ അത് നേരത്തെ അറിയായിരുന്നു, നമ്മള് സുഹൃത്തുക്കളാണ്. നിങ്ങൾ കണ്ടോ കംപ്ലീറ്റ് എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് മൂവി കണ്ടോ? ഇല്ല, കുറച്ചും കൂടെ ഇനി നടന്നുകൊണ്ടിരിക്കുകയാണ് പോസ്റ്റ് പ്രൊഡക്ഷനിൽ. ഈ സിംഹത്തിന്റെ പോർഷൻസ് മെയിൻലി, ബാക്കിയെല്ലാം കഴിഞ്ഞു, ബാക്കി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. സിംഹത്തെ മാക്സിമം നമുക്ക് ഏറ്റവും ലാസ്റ്റ് മൊമെന്റ് വരെ, സെക്കൻഡ് വരെ നമ്മൾ അതിനെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ അതിന്റെ റിസൾട്ട് എന്തായാലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ടീച്ചർ കാണുമ്പോൾ ആൾക്കാർക്ക് സിംഹത്തോട് ക്രഷ് അടിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ്. തിയേറ്ററിലേക്ക് ആൾക്കാരെ അത് ആകർഷിക്കുമെന്നുള്ളത്. കാരണം പുള്ളിയാണ് മെയിൻ. അപ്പൊ അത് ദൈവം സഹായിച്ച് സെറ്റ് ആവുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഒരു ഫണ്ണിലാണ് എല്ലാം പറഞ്ഞു പോകുന്നത്. ഇതിൽ കുറച്ച് ത്രില്ലിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്, കുറച്ച് അല്ലാത്ത സോഷ്യോ പൊളിറ്റിക്കൽ അങ്ങനത്തെ ഇഷ്യൂസും നമ്മൾ കണക്ട് ചെയ്ത് പറയുന്നുണ്ട്. ഫാമിലി റിലേഷൻസിന്റെയും ലവിന്റെയും ഫ്രണ്ട്ഷിപ്പിന്റെ എല്ലാ ആസ്പെക്ട്സും നമ്മൾ ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. അത് ഒരു സൂര്യ എൻക്ലോഷറിൽ മാത്രമല്ല ഈ സിനിമ നടക്കുന്നത്. ഈ കഥ മൊത്തത്തിൽ പല ആൾക്കാരുടെ ജീവിതങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. മൊത്തത്തിലുള്ള ഒരു പാക്കേജ് ആണ് ഈ മൂവി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ തിയേറ്ററിൽ ടർബോ ജോസ് ഭയങ്കര ടോക്ക് ഓഫ് ദ ടൗൺ എന്നുള്ള രീതിയിൽ നിൽക്കുക. പക്ഷെ സോഷ്യൽ മീഡിയയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ദുബായ് ജോസ് ആണ്. അത് കണ്ടോ ചാക്കോച്ചന്റെ ജലോത്സവത്തില്? സുരാജേട്ടൻ കണ്ടോ? എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്റെ പടത്തിൽ എന്നെക്കാളും കൂടുതൽ കൈയടി ആ വീഡിയോ. അപ്പൊ പിന്നെ അത് കാണിക്കണ്ടല്ലോ, നിങ്ങളെല്ലാം കണ്ടല്ലോ. അത് കണ്ടു കഴിഞ്ഞപ്പോ എന്ത് തോന്നി? റിയാസ് ഖാൻ മെസ്സേജ് അയക്കോ എല്ലാം ചെയ്തോ? ഇല്ലല്ല, ചെയ്യണത് ഇതൊക്കെ എന്താ പറയാ, ഇതൊക്കെയാണ് സിനിമയുടെ മാജിക് എന്നുള്ളത് പറയുന്നത്. കാരണം വർഷങ്ങൾക്ക് ശേഷം ആലോചിക്കണ്ടേ, അതാണ് വേറെ രീതിയിൽ. കാരണം ജലോത്സവം പറയുമ്പോൾ ആൾക്കാർ ആദ്യം പറയുന്നത് കേര നിരകളാടും എന്ന് പറയുന്ന ഗാനമാണ്. എപ്പോ നോക്കണം കേരളപ്പിറവിക്ക് ആ പാട്ട് മസ്റ്റാണ്. അപ്പൊ ഇപ്പൊ അത് പെട്ടെന്ന് വേറെ സോഷ്യൽ മീഡിയ വേറെ രീതിയിൽ അതിൽ വേറെ കഥാപാത്രത്തെ വേറെ രീതിയിൽ അത് ഹൈപ്പ് ഉണ്ടാക്കാന്ന് പറയുമ്പോ അത് അങ്ങനെ സംഭവിക്കുന്നത്. അത് എപ്പോഴാണ് എങ്ങനെയാണ് ഒരാള് എത്ര വർഷങ്ങൾക്ക് ശേഷം അനക്ക് കണ്ടോ ഇതിനെ കുറിച്ച് ഞങ്ങൾ പറയുന്നത്? എല്ലാരും അടിച്ചു കയറി വാ, അടിച്ചു കയറി വാടോ. സായിപ്പന്മാരും മദാമ്മമാരും അങ്ങനെ അടിച്ചു കയറി വരട്ടെ. ഒന്ന് അടിച്ചു കയറാൻ, അടിച്ചു കയറി വാ, അടിച്ചു കയറി വാടാ. അതാണ് ദുബായ് ജോസ്. ഇപ്പൊ ഭയങ്കര തിയേറ്ററിൽ ഗിറ് കാണാൻ അടിച്ചു അങ്ങനെ നമുക്ക് റിയാസിനെ കൂടെ പറയിപ്പിക്കണം, അടിച്ചു കാണാൻ എന്നുള്ള രീതിയിൽ. അതേപോലെ ഇതിപ്പോ June 14 നമ്മുടെ സ്കൂളൊക്കെ തുടങ്ങി. അതിന്റെ രീതിയിലാണ് ഈ പ്രൊമോഷന്റെ ഓരോ ഐഡിയാസ് ഒക്കെ കണ്ട് സ്കൂളിലെ കുട്ടികൾക്ക് ബുക്കിൽ ഒട്ടിക്കാൻ സ്റ്റിക്കർ, ഇതിന്റെ സ്റ്റിക്കർ. മോജോ മാത്രമാണ്, മോജമാണ് ഇനിയിപ്പോ ടോക്ക് ഓഫ് ദ ടൗൺ ആവാൻ പോകുന്ന താരം. അതുകൊണ്ട് മോജോനെ വെച്ച് മാത്രമാണ് ഇതേ പ്രൊഡക്ഷനിൽ ഇവര് ചെയ്യണത്. എനിക്ക് പ്രൊഡക്ഷൻ സൈഡിൽ ഓരോ മാർക്കറ്റിംഗിന്റെ ഒക്കെ ഒരു ഐഡിയാസ് പോണത് കണ്ടോ? ജൂൺ മാസം എന്ന് പറയുമ്പോൾ സ്കൂൾ തുറക്കുന്ന മാസമാണ്. അപ്പൊ നേരെ ലേബൽ കാര്യങ്ങളിലേക്ക് പോയി. അപ്പൊ എല്ലാ കുട്ടികളും ഇനി ഇതും കണ്ടോണ്ടിരിക്കുമല്ലോ, എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. അങ്ങനെ ഇനി നമുക്കൊരു സെഗ്മെന്റിലേക്ക് പോകാം. അനക്കയോടാണ് കേട്ടോ ടാർഗറ്റ്. അനക്ക അധികം ഒന്നും സംസാരിക്കാതിരിക്കുന്നതുകൊണ്ട് അനക്കയിലേക്ക് ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യാൻ പോവുകയാണ്. പറഞ്ഞാ മതി, ഇദ്ദേഹമാണോ എന്നുള്ള രീതിയിൽ മാത്രം പറഞ്ഞാൽ മതി. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇല്ല, ഈ സിംഹവും ഇതിലേത് സിംഹം എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ മതി. ഓക്കെ, സെറ്റില് ഈ സിംഹം ഉണ്ടെങ്കിൽ പിന്നെ ഭയങ്കര ലഹളയാണ്. ലഹള എന്ന് വെച്ചാൽ കൂടുതൽ ഫണ്ണാണ്. എന്താ ചാക്കോച്ച അധികം സംസാരിക്കാത്ത? ഞാൻ വളരെ സൈലന്റ് ആണ്. സൈലന്റ് ആയിട്ട് ഷൂട്ടിംഗ് കൂടുതലും ട്രിവാൻഡ്രത്തായിരുന്നു. ഭാര്യയുടെ അവിടെയാ, മാന്യനായിട്ടൊക്കെ നിക്കുകയായിരുന്നു. ഓക്കെ, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വെഞ്ഞാറുമൂടും തൊട്ടടുത്ത് തന്നെയാണല്ലോ. അത് വെഞ്ഞാറുമൂട് കുറച്ചകലെ, എന്റേത് പ്രോപ്പർ ട്രിവാൻഡ്രം. ഓക്കെ, മുതലാളി പറയുന്ന ഫലിതങ്ങൾ കേട്ട് ചിലപ്പോഴൊക്കെ വെറുതെ ചിരിച്ചു കൊടുക്കേണ്ടി വരാറുണ്ട്. സംശയിക്കണ്ടായി എന്നാലും പോയിന്റ് ചെയ്തോളൂ.
അങ്ങനെ ഇങ്ങനെ സംശയിച്ച് ചിരിച്ചു കൊടുത്ത് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് പറയോ? ഇല്ല, അങ്ങനെ എന്നാലും പറയൂ. നമുക്കുണ്ടായിട്ടുണ്ട് ഒരുപാട്. എന്നാ പറയൂ സുരാജ് ചേട്ടാ. കാര്യം എന്താണെന്ന് മനസ്സിലാവാൻ എന്തെങ്കിലുമൊക്കെ ആൻസർ പറയുന്നു. എന്തൊക്കെ ഹ്യൂമർ ചെയ്യണമെന്ന് വിചാരിച്ചാലും എന്താ ചാക്കോച്ച അതങ്ങ് സെറ്റ് ആവുന്നില്ല, നടക്കുന്നില്ലെന്നാണോ? ഇല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതൊക്കെ പുള്ളിക്കാരി തമാശയായിട്ട് തോന്നുകയാണ്. എടുത്തിട്ടുണ്ട്. അനക്കിട്ട് അത് മനസ്സിലായിട്ടില്ല. ഷൂട്ടിനിടയ്ക്ക് പുള്ളിക്കാരി ചോദിച്ചു, ചാക്കോച്ച ഷൂട്ടിംഗ് ഇല്ലാത്തപ്പോ എന്ത് ചെയ്യും? ഷൂട്ടിംഗ് ഉണ്ടാവണേന്ന് പ്രാർത്ഥിക്കും. സൂരാജേട്ട തോന്നിയോ ഏറ്റവും നല്ലൊരു കൗണ്ടർ ചാക്കോച്ചൻ പറഞ്ഞ സെറ്റിലെ നിങ്ങൾ ഈ ഷൂട്ടിന്റെ സമയത്ത് നീ ഇത്ര വലിയ കൗണ്ടർ ഒക്കെ പറയോ എന്നുള്ളൊരു? ഒരുപാട് കൗണ്ടർ. അതായത് ചാക്കോച്ചനോ? ആ ഏതാണെന്ന് ഓർത്ത് ഇത്ര വലിയ ആളാണല്ലേ? നമ്മളെയൊക്കെ കൗണ്ടർ എന്ന് പറയില്ലെന്നേ ഉള്ളൂ. നമ്മുടെ ഗ്രൂപ്പില് പട്ടപ്പട്ടാണ് കിട്ടില്ല കൗണ്ടറുകൾ. അത് നിങ്ങളുടെ അടുത്തിരിക്കുമ്പോ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കാത്തോണ്ടാ. ഇൻസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ നല്ല അടിയാ ആണല്ലേ? ഓ കറക്റ്റ്. അത് കിട്ടേണ്ടതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവുന്ന്. ഓ അങ്ങനെ. അല്ല ഇതിപ്പോ നന്നായിട്ട് മനസ്സിലായില്ലേ? അതെ, ഇപ്പൊ മനസ്സിലായി. ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലായി. വളരെ ആധികാരികമായിട്ടാ ചോദിച്ചത്. ചാക്കോച്ച ഷൂട്ട് ഇല്ലാത്ത സമയത്ത് എങ്ങനെയാ ആ ടൈം എന്ത് ചെയ്യും? കിട്ടണെന്ന് പ്രാർത്ഥിക്കും. കണ്ടോ, ചാക്കോച്ചന്റെ അടുത്താണ് കളി. അടുത്തത് മുതലാളി ഭയങ്കര കെയറിംഗ് ആണ്, അല്ലെങ്കിൽ ഏത് സിംഹമാണ് കൂടുതൽ കെയറിംഗ്? രണ്ടുപേരും ഭയങ്കരമായിട്ടും. ഓക്കെ, ഭയങ്കര കെയറിംഗ് ആയിരിക്കും. കെയറിംഗും എല്ലാ സംഭവങ്ങളും. ഓക്കെ, സീൻ എടുക്കാൻ തുടങ്ങിയാൽ പിന്നെ മുതലാളി മൊത്തത്തിൽ സീരിയസ് ആകും. ആരാ സീൻ എടുക്കാൻ? ഷൂട്ടിലൊക്കെ നിങ്ങൾ തുടങ്ങി കഴിഞ്ഞാൽ അത് രണ്ടുപേരും അതെ ഭയങ്കര സീരിയസ് ആയിരിക്കും പിന്നെ, ആണല്ലേ? മുതലാളിയുടെ സൗന്ദര്യം കണ്ട് നോക്കി നിന്ന് പോയിട്ടുണ്ട്. അതങ്ങോട്ട് ആരെ പറ. പറഞ്ഞിട്ട് പോയാൽ സ്വയം കണ്ണാടിയിലാണ് ഏറ്റവും കൂടുതൽ നോക്കിയിട്ടുള്ളത്. ഞങ്ങളെയൊക്കെ നോക്കാനായിട്ട് സമയം. അല്ല, ചാക്കോച്ചൻ അങ്ങനെ ഹെൽപ്പ് ചെയ്യരുത്. അതൊക്കെ പറയട്ടെ, ആരുടെങ്കിലും ഒരിടത്ത് കൈ പോയിന്റ് ഔട്ട് ചെയ്യണം. എനിക്കിതിനകത്ത് കൂടുതൽ സീക്വൻസസ് ഉണ്ടായിട്ടുള്ളത്, സീൻസ് ഉണ്ടായിട്ടുള്ളത് ചാക്കോച്ചനായിട്ടാണ്. സോ ഓഫ് കോഴ്സ് ചാക്കോച്ചൻ. ഡയറക്ടർ പറഞ്ഞു നോക്കി നിന്നോളാം. അല്ല, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ രണ്ടുപേരും സമപ്രായക്കാരാണ്, അതറിയാമോ? സെയിം ഏജ് ആണ് നിങ്ങൾ രണ്ടുപേർക്കും. ചാക്കോച്ചനാ? ഞാനൊരു 6 മാസം മൂത്തതാണല്ലേ? 2 3 പക്ഷെ അതിന്റെ യാതൊരു ബഹുമാനവും സുരാജേണ്ണെ കണ്ട ഇനിയും വളരെ പ്രായം, ചാക്കോച്ചന്റെ അത്ര ഒന്നും പ്രായം തോന്നില്ല. അങ്ങനെയല്ലേ പറയണ്ടേ? അങ്ങനെയല്ലേ പറയണ്ടേ? സത്യം എനിക്കുണ്ടല്ലോ എപ്പോഴാ ഒന്ന് സമാധാനായി. ആര് പറഞ്ഞിട്ട് വിശ്വസിച്ചില്ല. ഞാൻ ഇരിക്കട്ടെ സുരാജേട്ടാ വെറുതെ. അടുത്തത്, സെറ്റിൽ മിക്ക സമയം മുതലാളി ഫാമിലിയെ കുറിച്ച് സംസാരിക്കാറുണ്ട്. അത് ചാക്കോച്ചനാണ്. ആണോ? പ്രിയനെ പേടിച്ചിട്ടാണോ? ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കും. ഞാൻ എന്റെ ഫാമിലിയെ കുറിച്ചും സുരാജ് സുരാജേട്ടൻ കൂടുതൽ പറ്റിയൊക്കെ പറയും. എന്തിനെ കുറിച്ച്? അല്ല, സിനിമയെ പറ്റി കൂടുതൽ പറയും. ചാക്കോച്ചൻ ഫുൾ ടൈം ഫാമിലിനെ നമ്മള് വേറൊരു സിനിമ ചെയ്തിട്ടുണ്ടല്ലോ, കഴിഞ്ഞു പോയ സിനിമയിലെ സീനിനെ കുറിച്ച് അവര് ഗർല് വന്നിട്ട് ഡിസ്കസ് ചെയ്യുന്നു. അല്ല, തുടങ്ങാനിരിക്കുന്ന സിനിമയെ കുറിച്ച് ഗർല് ചർച്ച ചെയ്യുന്നു. അത് വേറൊരെണ്ണം ചെയ്തു. ഏതായിരുന്നു ഇപ്പൊ? വേറൊരു സിനിമ ഷൂട്ട് നടക്കുന്നല്ലേ ഉള്ളൂ. ഷൂട്ട് കഴിഞ്ഞു? അതെ, കഴിഞ്ഞു. ഗറിന്റെ കഴിഞ്ഞിട്ടല്ലേ അത്. ഗറിന്റെ സമയത്ത് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ആവശ്യം. അല്ല, അത് ചാക്കോച്ച എല്ലാരും പറയുന്ന കാര്യം വെച്ചാൽ ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ ഞങ്ങള് അതിനെ കുറിച്ച് സീനിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാന്ന്. സുരാജേട്ടാ, അതാണ് മോനെ സീൻ. അടുത്തത്, മുതലാളിമാർ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്ക് കൂടാറുണ്ട്. ഈ മുതലാളിമാർ തമ്മിൽ ഉണ്ടോ? ഇല്ലേ? ആ സിനിമയില് ഫുൾ വഴക്കല്ലേ? ഫുൾ വഴക്കം. കണ്ടോ? അപ്പൊ ഷൂട്ടിംഗ് ഒന്നും കണ്ടിട്ടില്ല. കണ്ടെന്ന് പറഞ്ഞല്ലോ ആദ്യം കിടന്ന് വഴക്കൂടുന്നു. എന്നിട്ട് ഇപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞു കണ്ടിട്ടില്ല. സീരിയസ് വഴക്കാണ്. സീരിയസ് വഴക്ക് കൊടുക്കണ്ടല്ല. ഇത് ഇവിടെ ടൈം കൂടി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒന്നുമല്ല, നിങ്ങൾക്ക് വിശക്കുന്നു. ഇത്രയും നേരം വെയിറ്റ് ചെയ്തു. ഇത്ര നേരം സുരാജേട്ടൻ നിങ്ങൾ ഭക്ഷണം കഴിച്ചു, എല്ലാം നിങ്ങൾ ചായ കുടിക്കാൻ സമയം, സുരാജേട്ടനും ചാക്കോച്ചനും മാനിക്കും ഇപ്പൊ എത്തും പറഞ്ഞിട്ട് ഒന്നും കഴിക്കാതെ കാത്തിരിക്കുക. സമയം ഇത്ര നോക്കി. ഏറ്റവും ആദ്യത്തെ ഞാൻ അതുണ്ട്. അപ്പൊ അനക്ക് ഔട്ട്.
പാവം ഒന്നും കാര്യമില്ല. അപ്പൊ ശരി, അപ്പൊ ഗേൾ എന്ന ചിത്രം ഈ ഒരു ക്യൂരിയോസിറ്റി ഇത്രയും നമ്മൾ ടീസർ നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു സെയിം ഫീല് മൂവി ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനെക്കാട്ടിലും നല്ല രീതിയിൽ തന്നെ തരട്ടെ. നിങ്ങൾക്ക് നല്ലൊരു കരിയറിൽ തന്നെ ഒരു ഇനി വരാൻ പോകുന്ന ടോക്ക് ഓഫ് ദ ടൗൺ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു ഇതിന് ശേഷം വീണ്ടും കാണാം. എല്ലാവിധ ആശംസകളും നേരാണ്. നല്ല രീതിയിൽ പോട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് കേട്ടോ.